നമ്മുടെ കുട്ടികളിലുള്ള കച്ചവടക്കാരും കച്ചവട യൂണിയന്റെ നേതാക്കന്മാരും ഒക്കെ സംഘടിച്ചുകൊണ്ട് ഈ ഭക്ഷണം തണലിനേകുന്നത് തണലാകാൻ ശ്രമിക്കുകയാണ്. ഭക്ഷണത്തെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് കഴിച്ചവരാണ്, മോശമില്ലാത്തതാണ് എല്ലാവരുടെയും അഭിപ്രായം. തണലേറെ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കുട്ടികളി 2 കൈ കൊണ്ട് സ്വീകരിച്ചാണ് തണലിന്. എല്ലാവരും സഹകരിക്കുക, എല്ലാവരും തണലിനെ മുന്നോട്ടുള്ള ജീവിതത്തിന്, മുന്നോട്ടുള്ള ലൈഫിന്, മുന്നോട്ടുള്ള പോക്കിന് എല്ലാവരും ഒപ്പം ഉണ്ടാവുക. ഒരു വെല്ലുവിളിയാണ്. പക്ഷെ അത് ഇവിടുത്തെ ഈ വ്യാപാരി സമൂഹം ഈ തണലിൻ്റെ ഏറ്റവും വലിയ സമ്പന്നരായ സംഘാടകർ കൂടി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൂടി ഇതിൻ്റെ പരിപാടിയുടെ സമാപനം. ഞങ്ങളൊക്കെ വളരെ ആത്മസംതൃപ്തിയിലാണ്. 10,000-4,000 മുകളിൽ എല്ലാ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. അത് നല്ല നിലയിൽ കൊടുക്കാൻ സാധിച്ചു, നല്ല കൊടുക്കാൻ സാധിച്ചു തന്നെയാണ് ഇത്തരത്തിൽ ഞങ്ങൾക്കത് നടത്താൻ സാധിച്ചത് ഇവിടുത്തെ നല്ലവരായ എല്ലാ വിഭാഗം ആളുകളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഓർക്കാനുള്ളത്. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ രാത്രിത്തെ ഭക്ഷണത്തോടു കൂടി തന്നെയാണ് എല്ലാവരും തിരിഞ്ഞു പോകുന്നത്. വളരെ നല്ല അഭിപ്രായം. കാരണം ഇതിൽ ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാചകക്കാർ. ആദ്യത്തെ ദിവസം ഇവിടെയുള്ള അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ, അതേപോലെ തന്നെ TCS ആണ് ഇതിന്റെ മൊത്തം കിച്ചന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതേപോലെ തന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം കംപ്ലീറ്റ് തയ്യാറാക്കിയത് നമ്മുടെ തൊട്ടിൽപ്പാലം ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പാചകക്കാരാണ്. വളരെ അഭിമാനത്തോടെ തന്നെ നല്ല നിലയിലുള്ള എല്ലാവർക്കും തൃപ്തിയോടുകൂടി തന്നെ ഇന്നലെ ഇന്നുമായിട്ട് ഭക്ഷണം കഴിക്കാനും അതിനുള്ള സന്തോഷം രേഖപ്പെടുത്താനും അവരെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഈ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോടു തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഈ പരിപാടി ഇത്രത്തോളം വിജയിച്ചത് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ. എല്ലാ നാട്ടുകാർക്കും വ്യാപാരികൾക്കും പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഭിന്നശേഷി മക്കൾക്ക് തണൽ കിട്ടിയ ഈ കലാപരിപാടിയിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തന്ന കുറ്റ്യാടിയിലെ വ്യാപാരി വ്യവസായികളോട് തണലിനുള്ള എല്ലാ കടപ്പാടുകളും അവരെ അറിയിക്കുകയാണ്. ഈ കുറ്റ്യാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തിന് പ്രത്യേക നന്ദി. ഭിന്നശേഷി മക്കളുടെ ഈ ഉത്സവം കുറ്റ്യാടിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി കണക്കാക്കുകയാണ്. കുറ്റ്യാടിയിലെ വ്യാപാരികളും മറ്റ് ഇതര എല്ലാ സമൂഹവും ഈ പരിപാടിയെ മഹോത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായവും നന്നായി തന്നുകൊണ്ട് വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടുന്ന സാമ്പത്തിക ചെലവുകളെല്ലാം ഈ നാട്ടിൽ നിന്ന് തന്നെ പിരിച്ചെടുത്ത്, വ്യാപാരികളിൽ നിന്ന് പിരിച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ നാട്ടിലെ എല്ലാവിധ വിഭാഗവും പ്രത്യേകിച്ചൊരു വേർതിരിവില്ലാതെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനം തന്ന് സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നുള്ള സമയങ്ങളിലും എല്ലാവിധ പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറ്റ്യാടിക്ക് ഒരു അഭിമാനമായിരിക്കുകയാണ് ഈ ഭിന്നശേഷി മഹോത്സവം. ഈ കലാ ഉത്സവം ഭംഗിയാക്കിയ ഏവർക്കും നന്ദി അറിയിക്കുന്നു. പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വ്യാപാരി സമൂഹത്തിനോടും ജനങ്ങളോടും നാട്ടുകാരോടും അഭിമാനി നന്ദി തണൽ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഈ കലോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ ചടങ്ങ് വളരെ പ്രശംസനീയമാണ്. എല്ലാവിധ ആശംസകളും. ോടുകൂടി സന്തോഷത്തോടുകൂടി വയറ് നിറച്ച് ഊട്ടി പറഞ്ഞയച്ച ഒരു ടീമാണ് ഇവിടെ നിൽക്കുന്നത്.
ഒരു കലോത്സവത്തിനും അല്ലെങ്കിൽ മറ്റൊരു പരിപാടിക്കും വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് അവിടുത്തെ ഭക്ഷണശാലയാണ്. ആ ഭക്ഷണശാലയിൽ പ്രവർത്തിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഒരാളുടെയും പേരെടുത്ത് പറയുന്ന എല്ലാവരും പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും നമ്മുടെ ഒരു ടീം വർക്കായി ഇത് വളരെയധികം വിജയിപ്പിച്ചു. ഇനിയുള്ളത് ഒരു ചായയും അടുത്ത ഭക്ഷണവുമാണ്. അതും ഇതിൽ കൂടുതൽ വിജയിച്ചു. പരിപാടി വമ്പിച്ച വിജയമാണ്. അതിന് ഈ നാട്ടിനോടും ഈ നാട്ടിലെ സഹോദരികളോടും ഇവിടുത്തെ വ്യാപാരികളോടും അതുപോലെ തന്നെ സമൂഹത്തിൽ ഓരോരുത്തരോടും ഈ സംഘാടക സമിതിക്കുള്ള ഭക്ഷണശാലയിലെ സംഘാടക സമിതിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇവിടെ വ്യാപാരി വ്യവസായികളെ എത്ര അനുമോദിച്ചാലും മതിയാവും കേട്ടോ. അത്രയ്ക്കും നല്ല ഫുഡ് അതിന്റെ പിന്നെ കൊടുക്കുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ ഈ സ്ഥല സൗകര്യം ചെയ്തു തന്നെ ഇവരും കൂടി നമ്മൾ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഒരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഈ നാട്ടുകാർ ഒന്നടങ്കം കുറ്റ്യാടിയുടെ ചരിത്രത്തിലുള്ള ഒരു പരിപാടി തന്നെ ഇതിനെ പറയാൻ പറ്റും. അത്രയും ഷാർപ്പ് ഭക്ഷണ സൗകര്യം, കുട്ടികളെ പാർപ്പിക്കാനും ഞാനും എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ ഇന്നലെ ഇവിടെ രാത്രി നല്ല മത്സരമായിരുന്നു. എന്റെ വീട്ടിൽ വേണം എന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ഈ പരിപാടി നല്ല ഭംഗിയിൽ ഇനിയിപ്പം വൈകുന്നേരത്തെ ചായ രാത്രിക്കത്തെ ഫുഡും കഴിഞ്ഞ് പിരിയണം.